ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്കൊരു 135ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ടോട്ടൽ 235 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി MCQ കാണാനായിട്ട് ആ സബ്ജക്ട്സിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപോക്കോളൂ. അപ്പോൾ നമ്മളിതിൽ 100 ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു. 101ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കുറേയൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത്. നമ്മുടെ EDPയും കോർപ്പറേറ്റും പോലെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലില്ല. കുറേയൊക്കെ ഇയേഴ്സും കുറേ ടേംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പറഞ്ഞു പോവാം. ഇൻ ബാങ്കിങ് സെക്ടർ KYC എന്ന് പറയുന്ന ടേം, അതിൻ്റെ മീനിങ് എന്താണ്, ഫുൾ ഫോം എന്താണ്? നോ യുവർ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. ഇത് ബാങ്കിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു ടേം നോ യുവർ കസ്റ്റമർ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് അറിയാൻ വേണ്ടി അവരുടെ ആധാർ, പാൻ കാർഡ് അങ്ങനെയുള്ള ID പ്രൂഫുകൾ അവർ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ നോക്കി ആക്സെപ്റ്റ് ചെയ്ത് വെക്കും. ഇത് അവർ റെഗുലർലി ചെക്കും ചെയ്യുന്നുണ്ടായിരിക്കും. KYC ഇയർലി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ബാങ്കുകളിൽ കേട്ടോ. അടുത്തത് ദ പ്രോസസ് ഓഫ് റീപ്ലേസിങ് ഫിസിക്കൽ ചെക്ക് വിത്ത് ഇലക്ട്രോണിക് ചെക്ക്, അതിന് വിളിക്കുന്ന പേര് ട്രങ്കേഷൻ എന്നാണ്. ഫിസിക്കൽ ചെക്ക് ഇലക്ട്രോണിക് ചെക്കായിട്ട് മാറ്റുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രങ്കേഷൻ ചെക്ക്. അപ്പോൾ ട്രങ്കേറ്റഡ് ചെക്ക് എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. Then the Securitization and Reconstruction of Financial Assets and Enforcement of Security Interest Act came into effect on, ഇത് വന്നിരിക്കുന്നത് SARFASIA, അതിൻ്റെ ഫുൾ ഫോമാണ് മുകളിൽ കൊടുത്തിരുന്നത്. അത് നിലവിൽ വന്ന വർഷമാണ് ചോദിക്കുന്നത്. 2002 ജൂണാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. ദെൻ കമ്മീഷൻ റെക്കമെൻഡഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് RBI, ഒരു എന്താ പറയുക, RBI റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ഹിൽടൺ യങ് കമ്മീഷൻ എന്ന് പറയും. RBI റെക്കമെൻഡ് ചെയ്തതല്ല, RBIയുടെ ഫോർമേഷന് വേണ്ടി വന്നിട്ടുള്ള കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ റെക്കമെൻഡഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് RBIയുടെ ഫോർമേഷന് വേണ്ടി വന്നിട്ടുള്ളതാ. ദെൻ ഡ്യൂസ് മെയ്ഡ് ബൈ ഡെപ്റ്റേഴ്സ് ആർ NPA എന്നാണ് പറയുക. ഡാഷ് റെപ്രസെൻറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി ഫ്രം ദ ബാങ്ക്. എല്ലാ ബാങ്കുകളിൽ നിന്നും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് റേറ്റ് മാറ്റി വയ്ക്കുന്നതിനെയാണ് റിസർവ് റിപ്പോ എന്ന് പറയുന്നത്. റീപർച്ചേസ് റേറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അടുത്തത് ദ ഫസ്റ്റ് ഫോറിൻ ബാങ്ക് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് മെർച്ചൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഗ്രിൻഡ്ലൈസ് ബാങ്ക് ആണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഓൺ മെർച്ചൻറ്റ് ബാങ്ക് ഡിവിഷൻ ഇൻ ഇന്ത്യ SBI. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഓഫ് RBI? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് RBIയുടെ ക്രെഡിറ്റ് കൺട്രോളിലെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി കുറച്ച് ഇയേഴ്സും ടേംസും ആണ് കേട്ടോ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്ന വർഷം 1949. ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യയിലത്തെ ഏതാണ്? ICICI ബാങ്ക് നിലവിൽ വന്ന വർഷം 1955. ദെൻ സിഡ്ബി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ഓൺലി ഓൺ ദ സബ്സിഡറി ഓഫ് ഇഡ്ബിയുടെ സബ്സിഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദെൻ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ IDBI ആണ്. ദെൻ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ RBI ആണ്. ATMൻ്റെ ഫുൾ ഫോം നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ് ATMൻ്റെ ഫുൾ ഫോം. ദെൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് നിലവിൽ വന്ന വർഷം 1929. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ഓർഗനൈസ്ഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവലിലാണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? മുംബൈയിലാണ് വരുന്നത്. നെബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും മുംബൈയിൽ തന്നെയാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് RRB കംപ്രൈസസ് ഓഫ് 1 or more ഡിസ്ട്രിക്ട്. ചെയർമാൻ ഓഫ് നെബാർഡ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് നെബാർഡിൻ്റെ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. LABയുടെ ഫുൾ ഫോം ലോക്കൽ ഏരിയ ബാങ്ക്. ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് BNP പാരിബസ് ആണ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്. ദെൻ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഇൻ ബ്രാഞ്ചസ് ഈസ് SBI. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് SBI ആണ്. ദ പ്രസന്റ് ഗവർണർ ഓഫ് RBI എന്ന് പറയുന്നത് രഘുറാം രാജൻ ആണ്. ദ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1985. ഡാഷ് ഈസ് പേ ലേറ്റർ പ്രൊഡക്റ്റ്. ക്രെഡിറ്റ് കാർഡാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളത് സ്വൈപ്പ് ചെയ്ത് വാങ്ങും. പക്ഷെ പൈസ നമ്മൾ പിന്നീട് അടുത്ത മാസമൊക്കെ ആയിരിക്കും നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുണ്ടാവുക. ദെൻ അടുത്തത് പേ നൗ, ഇപ്പം തന്നെ അടയ്ക്കുന്നതാണ് ഡെബിറ്റ് കാർഡ്. ഇനി ബാങ്കിങ് ഓംബുഡ്സ്മാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995. അനദർ നെയിം ഓഫ് ക്രെഡിറ്റ് കാർഡിൻ്റെ വേറൊരു പേര് പ്ലാസ്റ്റിക് മണി എന്നുള്ളതാണ്. Then credit card was first time launched in the world by Bank of America ആണ് ക്രെഡിറ്റ് കാർഡ് ആദ്യം കൊണ്ടുവരുന്നത്.
ദെൻ എയ്തർ ഓഫ് സർവൈവർ അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഈസ് ജോയിന്റ് അക്കൗണ്ട് ആണ്. എയ്തർ ഓഫ് സർവൈവർ എന്ന് പറയുന്നത് ഒരു ജോയിന്റ് അക്കൗണ്ടിനെ പറയുന്നതാണ്. ഇൻ ബാങ്കിങ് EFT എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. RTGS അതിൻ്റെയാണ് ഫുൾ ഫോം. ദെൻ RTGSന്റെ ഫുൾ ഫോം അതാണ്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സിഡ്ബി ലക്നൌവിലാണ്. ദ ഫസ്റ്റ് ജനറേഷൻ ബാങ്ക് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ ICICI ആണ് കേട്ടോ. ഫസ്റ്റ് ജനറേഷൻ ബാങ്ക് ആയിട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് UTI ബാങ്ക് ആണ്. മണി ലെൻഡേഴ്സ് ഇൻ കേരള കം അണ്ടർ പെർവ്യൂ ഓഫ് കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അമാൽഗമേഷൻ ഓഫ് 3 പ്രസിഡൻസി ബാങ്ക്, 3 പ്രസിഡൻസി ബാങ്ക് കൂടി ചേർന്നിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് NABARD. നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ 28 ആണ്. എ മ്യൂട്ടിലേറ്റഡ് ചെക്ക് വിൽ ബി ടോൺ. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് വെച്ചാൽ കീറിയ, ടോൺ എന്ന് വെച്ചാൽ കീറിയ ചെക്കുകളെയാണ് നമ്മൾ മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് വിളിക്കുന്നത്. 2 മാർക്ക് ചോദിക്കുക കേട്ടോ. ദെൻ FDRന്റെ ഫുൾ ഫോം ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ദ ചെയർമാൻ ഓഫ് 13th ഫിനാൻഷ്യൽ കമ്മീഷൻ വിജയ് കേൽക്കർ ആണ്. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ബാങ്ക് ഓഫ് വെനീസ് ആണ്. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഫസ്റ്റ് പ്യൂർലി ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള നെടുങ്ങാടി ബാങ്ക് ആണ് കേട്ടോ, നെടുങ്ങാടി ബാങ്ക്. ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ആന്ധ്ര ബാങ്ക് ആണ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റത്തെ 150 ക്വസ്റ്റ്യൻസ് ആണ് ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 6ഉം 7ഉം ചാപ്റ്റേഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ certain percentage of the sum assured is paid periodically according to dash policy, money back policy. അപ്പോൾ നമ്മൾ ഇത്ര മാസം അല്ല ഒരു പീരിയോഡിക്കലി ഇത്ര പെർസെൻറ്റേജ് ഓഫ് മണി അടയ്ക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് മണി ബാക്ക് പോളിസി പ്രകാരമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, അതൊരു നഷ്ടം നികത്തലല്ല. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഓഫ് ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ആഫ്റ്റർ ഇൻഡെംനിറ്റി ഹാസ് ബീൻ എഫക്റ്റഡ് ഈസ് കോൾഡ് സബ്രഗേഷൻ. ദെൻ guarantee for employer for the loss out of employees dishonest is fidelity insurance. Then motor insurance has its beginning in the UK. motor insurance UKയിലാണ് വന്നിട്ടുള്ളത്. fidelity guarantee insurance does not guarantee the employees honesty. employee honesty guarantee ചെയ്യുന്നില്ല. then insurance is based on the principle of cooperation. This policy covers all risk to the ship and its cargo while the ship is at a particular port. അതായത് ഓരോ പോർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഷിപ്പിനും കാർഗോയ്ക്കും നൽകുന്ന പോളിസിയാണ് ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയുന്നത്. ഫയർ ഇൻഷുറൻസ് ക്യാൻ ബി ടേക്കൺ ഇൻ റെസ്പെക്ട് ഓഫ് മൂവബിൾ ഇമ്മൂവബിൾ. അപ്പം ബോത്ത് A and B ആണ് ആൻസർ. നെക്സ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി അപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ദ മാക്സിമം ടേം ഓഫ് അതർ ഇൻഷുറൻസ് 12 months ആണ്. The person whose risk is insured is called both A and B. ഇൻഷേർഡും അഷ്വേർഡും കേട്ടോ. അടുത്തത് the person who agrees to compensate the loss arising from the risk is called all of these. Dash policy matures on the assured's death or on his attainment of particular age whichever is earlier. അതിന് എൻഡോമെൻറ്റ് പോളിസി എന്നാണ് പറയുക. ദെൻ അതായത് ഏതാണോ ആദ്യം അതിനായിരിക്കും ആ ഒരു പോളിസി മെച്യൂർ ആവും, ഒന്നില്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ആ ഒരു ഏജ്. ഇൻ മറൈൻ ഇൻഷുറൻസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇസ് ഇനഫ് അറ്റ് ദ ടൈം ഓഫ് ലോസ്. ഇൻ ദ ഫയർ ഇൻഷുറൻസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇസ് ഇനഫ് അറ്റ് ദ ടൈം ഓഫ് എഫക്റ്റിംഗ് ദ പോളിസി ആൻഡ് ലോസ് കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് ഏത് ടൈം വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു ലോസ് സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു പോളിസിയുടെ മെച്യൂരിറ്റി വരെ കേട്ടോ. അടുത്തത് ഡാഷ് ഈസ് ആൻ എഗ്രിമെൻറ്റ് വെർ ബൈ ദ ഇൻഷുറർ agrees to indemnify the insured against the loss due to sea and port perils. അപ്പോൾ പോർട്ട് പെരിൽസിനൊക്കെയുള്ള ഒരു ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഡാഷ് ആർ ദോസ് ടേംസ് വിച്ച് ആർ റിട്ടൺ ഓൺ ദ പോളിസി. എക്സ്പ്രസ് വാറണ്ടീസ് ആണ് പോളിസിയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. ദെൻ വെൻ ദ സബ്ജക്ട് മാറ്റർ ഇൻഷുർഡ് ഈസ് ഡിസ്ട്രോയിഡ് ഓൺലി റെഫേഴ്സ് ടു ആക്ച്വൽ ടോട്ടൽ ലോസ്.
ഡാഷ് പോളിസി ഇഷ്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് എഷ്യൂഡ് മൾട്ടിപ്പിൾ ലൈഫ് പോളിസിയാണ്. നമ്പർ ഓഫ് പേഴ്സൺസ്, ഒരുപാട് ആൾക്കാർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ ലൈഫ് പോളിസിയാണ്. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പോളിസി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അസൈൻമെൻറ്റ് ആണ്. അതിൽ തന്നെ 2 ടൈപ്പ് കണ്ടീഷണലും അൺകണ്ടീഷണൽ അസൈൻമെൻ്റ് ഒക്കെ ഉണ്ടെന്ന് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ 2 മാർക്കിന്. ഡാഷ് മീൻസ് എ വിൽഫുൾ ആൻഡ് ഇൻറ്റൻഷണൽ ആക്ട് ഓൺ പാർട്ട് ഓഫ് സെൽഫ് ഡിസ്ട്രോയർ. നമ്മൾ സ്വയം നശിക്കുന്നത് ഏതാണ്? സൂയിസൈഡ് ആണ്. ദ സെൻട്രൽ ഓഫീസ് ഓഫ് LIC മുംബൈയിലാണ്. എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ വൈൽ ഡീലിംഗ് വിത്ത് ദ തേർഡ് പാർട്ടി. അതായത് ഇപ്പം ഞാൻ സ്ഥലത്തില്ല, എനിക്ക് പകരം ഒരാളോട് സംസാരിക്കാനായിട്ട് ഞാൻ അനുവിനെ ഏർപ്പാടാക്കണം, അനു എൻ്റെ ഫ്രണ്ടിനെ ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ അതാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ദെൻ മറൈൻ പെറിൽസ് ആർ ഓൾസോ കോൾഡ് പെറിൽസ് ഓഫ് ദ സീ എന്നും വിളിക്കാറുണ്ട്. ഡാഷ് പോളിസി ഇൻ വിച്ച് ദ ലിമിറ്റ്സ് ദ റിസ്ക് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ പ്ലേസ് ഓഫ് പെർട്ടിക്കുലർ വോയേജ്. അപ്പോൾ വോയേജ് പോളിസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വോയേജ് പോളിസി ഉണ്ട്, ടൈം പോളിസി ഉണ്ട്, മിക്സഡ് പോളിസി ഉണ്ട്, വാല്യൂഡ് പോളിസി ഉണ്ട്, ഡിഫറെൻറ്റ് മറൈൻ പോളിസീസ് വരുന്നുണ്ട്. എല്ലാം പഠിക്കണം ഷോർട്ട് എസ്സേക്ക് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഡാഷ് പോളിസി കവർ ദ റിസ്ക് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ വോയേജ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അത് അവിടെ ആ ഒരു വോയേജിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, സബ്ജക്റ്റ് മാറ്റർ നോക്കുന്നുണ്ട്, പീരീഡും നോക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സഡ് ആണ്. ദെൻ ദ ടേം റൺ ഓഫ് ഓർ ഫുള്ളി ഡിക്ലെയർഡ് റെഫേഴ്സ് ടു ഫ്ലോട്ടിംഗ് പോളിസി. വേജറിംഗ് പോളിസിനെ വിളിക്കുന്ന മറ്റൊരു പേര് പോളിസി പ്രൂഫ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. റിസ്ക് ഇൻഷുർഡ് എഗെയിൻസ്റ്റ് ഡെത്ത് ഈസ് എ കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രാക്ട് ഇസ് നോട്ട് ലീഗലി എൻഫോഴ്സബിൾ. നമുക്ക് ലീഗലി എൻഫോഴ്സബിൾ ചെയ്യാൻ പറ്റാത്തത് വേജറിംഗ് കോൺട്രാക്റ്റ് ആണ്. ഡാഷ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. പ്രൊപ്പോസൽ ഫോം ആണ്, അതൊരു ഡോക്യുമെൻ്റ് ആണ്. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിൻ്റെ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1956 ജനറൽ ഇൻഷുറൻസ് ബിസിനസ് വാസ് നാഷണലൈസ്ഡ് അണ്ടർ GIBN ആക്ട് 1972. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ന്യൂ ഇന്ത്യ അഷുറൻസ് കോ ലിമിറ്റഡ് മുംബൈയിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓറിയൻ്റൽ ഇൻഷുറൻസ് ന്യൂഡൽഹിയിലാണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഹെഡ് ഓഫീസ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് കൊൽക്കട്ടയാണ്. ഹെഡ് ഓഫീസ് ഓഫ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ചെന്നൈയിലാണ്. ലൈഫ് ഇൻഷുറൻസ് ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് ഫോം ഓഫ് കെയിം ഇൻ ടു ഇന്ത്യ ഫ്രം UK. UK എന്നാണ് ലൈഫ് ഇൻഷുറൻസ് ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിൽ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത്. LIC സെറ്റപ്പ് ചെയ്തത് 1823. LIC നാഷണലൈസ് ആവുന്നത് 1956. ദെൻ അഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് ഇൻഷുറൻസിനെ തന്നെയാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി കെയിം ഇൻ ടു ഇന്ത്യ 1818. ദ പോളിസീസ് വേർ ദി പ്രീമിയം ഈസ് പേബിൾ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ അഷ്വേർഡ്. ഓൾ ലൈഫ് പോളിസി, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് ഓൾ ലൈഫ് പോളിസിയാണ്. വിത്ത് പ്രോഫിറ്റ് പോളിസീസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്റിംഗ് പോളിസി. എ റീഇൻഷുറൻസ് ഓഫ് റീഇൻഷുറൻസ് നോൺ ആസ് റിട്രോസെഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. Reinsurance is also the termed as insurance of insurance. When the same risk and subject matter is insured with more than one insurer, അതായത് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ ഒരേ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഡബിൾ ഇൻഷുറൻസ് ആണ്. വെൻ ദ എമൗണ്ട് ഫോർ വിച്ച് ദ സബ്ജക്ട് മാറ്റർ ഈസ് ഇൻഷുർഡ് മോർ ദാൻ ഇറ്റ്സ് ആക്ച്വൽ വാല്യൂ, അതായത് അതിൻ്റെ ആക്ച്വൽ വാല്യൂവിനേക്കാൾ കൂടുതൽ നമ്മുടെ എമൗണ്ട് കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഓവർ ഇൻഷുറൻസ് എന്നാണ്. ദെൻ IRDAയുടെ ഫുൾ ഫോം എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ്. കമ്മിറ്റി ഓഫ് റിഫോംസ് ഇൻ ഇൻഷുറൻസ് സെക്ടർ ഡ്യൂറിങ് 1993 ഹെഡഡ് ബൈ RN മൽഹോത്ര. ദ ഡേഞ്ചർ ഓഫ് ലോസ് ഫ്രം ദ അൺഫോഴ്സിങ് സർക്കംസ്റ്റൻസസ്. നമ്മൾ എന്താ പറയുക, വിചാരിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വരുന്നൊരു ഡേഞ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് റിസ്ക് എന്നുള്ളതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് അവോയ്ഡിങ് ദ റിസ്കിനെയാണ് കേട്ടോ. വെൻ ദ സബ്ജക്റ്റ് ഈസ് പാർഷ്യലി ലോസ്ഡ് ബൈ എ പെറിൽ ഇൻഷുർഡ് എഗെയിൻസ്റ്റ് ഇറ്റ് ഈസ് കോൾഡ് പെർട്ടിക്കുലർ ആവറേജ് ലോസ്. കാർഗോ ഷിപ്പ് കോട്ട് ബൈ ഫയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ജനറൽ ആവറേജ് ലോസിന് എക്സാമ്പിളാണ് ഷിപ്പൊക്കെ ഒരു ഫയറിൽ പെടുന്നതൊക്കെ. ദെൻ അണ്ടർ ഫയർ ഇൻഷുറൻസ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ഈസ് ഓൾസോ കോൾഡ് അൺസീക്വൻഷ്യൽ ലോസ് പോളിസി. രാഷ്ട്രീയ കൃഷി യോജന ഓഫ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1999. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ആക്ട് വന്നത് 1939. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്
തുടങ്ങിയത് UK നിന്ന് തന്നെയാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് LIC ഇസ് 4 ടയർ ആയിട്ടാണ് പറയാറുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ. IRDA എത്ര മെമ്പേഴ്സിനേക്കാൾ കൂടാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. 9 മെമ്പേഴ്സിനേക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറയാറ്. ദെൻ ഉബേരി മേ ഫിഡി എന്ന് പറഞ്ഞൊരു ടേം, അതിൻ്റെ അർത്ഥം ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസ് ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ഇൻഷുറൻസ്. ബോയിലർ ഇൻഷുറൻസ് പോളിസി ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? എഞ്ചിനീയറിംഗ് ഇൻഷുറൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇൻ ലൈഫ് ഇൻഷുറൻസ് ഇൻസ്റ്റാൾമെൻറ്റ് പോളിസി ഈസ് ഓൾസോ നോൺ ആസ് ആന്വിറ്റി പോളിസി. ഇൻ ഇൻഷുറൻസ് കോസ പ്രോക്സിമ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലോസ്ലി കണക്റ്റഡ് പെരിൽസിനെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി? സൺ ലൈഫ് ആണ് ഇതിലെ ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ലാത്തത്. ദെൻ ഇൻ ഇന്ത്യ ഇൻഷുറൻസ് ബിസിനസ് ആർ റെഗുലേറ്റഡ് ബൈ IRDA ആണ് ഇൻഷുറൻസ് ബിസിനസ്സുകളെല്ലാം നടത്തുന്നത്. ദെൻ NAISൻ്റെ ഫുൾ ഫോം നാഷണൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീം. NAIS ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിലെ ത്രൂ ആണ്? GIC ത്രൂ ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദർ ആർ ഡാഷ് അസോസിയേറ്റഡ് കമ്പനീസ് ഓഫ് GICയിൽ എത്ര അസോസിയേറ്റഡ് കമ്പനീസ് ആണുള്ളത്? 4. ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1985. ഡാഷ് ഇസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ടു ദ ഇൻഷുർഡ് ഇൻ അഡ്വാൻസ് ഓഫ് ദ പോളിസി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഷുറൻസ് ആണ് കേട്ടോ. അടുത്തത് ഡാഷ് ഇസ് ദ എമൗണ്ട് വിച്ച് ദ ഇൻഷുറർ ഇസ് പ്രിപ്പയർഡ് ടു പേ ബിഫോർ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി പോളിസി. മെച്യൂരിറ്റി പോളിസിക്ക് മുൻപായിട്ട് തന്നെ ഇൻഷുറർ അടയ്ക്കുന്നതിന് സറണ്ടർ വാല്യൂ എന്നാണ് പറയുക. റിസ്ക് ആർ നോട്ട് സ്യൂട്ടഡ് ടു ട്രീറ്റ്മെൻറ്റ് ബൈ ഇൻഷുറൻസ് റെഫർ ടു ഡൈനാമിക് റിസ്ക്. അതായത് ട്രീറ്റ്മെൻറ്റിന് സ്യൂട്ടബിൾ അല്ലാത്ത റിസ്കിനെയാണ് ഡൈനാമിക് റിസ്ക് എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. അതായത് ഫിനാൻഷ്യൽ സർവീസസും എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തണം. വൾണറബിൾ ഗ്രൂപ്പ്സ്, വീക്കർ സെക്ഷൻ എല്ലാവരിലേക്കും ആ ഒരു ഫിനാൻഷ്യൽ സർവീസ് എത്തണം, എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു സ്കീമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അതിൻ്റെ ബെനിഫിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് മെനി ഫ്ലാഗ്ഷിപ്പ് സ്കീംസ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പോൾ അതിൽ എന്താ പറയുക, പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി ബദാവോ എന്ന് പറഞ്ഞ സ്കീമാണ് ഫ്ലാഗ്ഷിപ്പ് സ്കീമിൽ പെടാത്തത്. അടുത്തത് പ്രൊജക്ട് ഫിനാൻഷ്യൽ ലിറ്ററസി വന്നത് ഇൻക്ലൂഷൻ ഇസ് അണ്ടർടേക്കൺ ബൈ, അത് ആരാണ് അണ്ടർടേക്ക് ചെയ്തത്? RBI ആണ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ RBI ആൻഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് നെബാർഡും RBIയും ടേക്കൺ ഇനീഷ്യേറ്റീവ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ റൂറൽ ഏരിയാസിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലിത് ഏതാ ചോദിച്ചിരിക്കുന്നത്? ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഇതിലെല്ലാം RBIയും നെബാർഡും കൂടിയിട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റൂറൽ ഏരിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് ആണ് ഇതെല്ലാം. വൺ ഓഫ് ദ ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഈസ് LBS. അപ്പോൾ അതിൽ L എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ലീഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ BSBDA ഉദ്ദേശിക്കുന്നത് എന്താണ്? ദിസ് എമൗണ്ട് ഡസ് നോട്ട് ഹാവ് ദി ഫെസിലിറ്റി ഓഫ് മിനിമം ബാലൻസ് അക്കൗണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതായത് മിനിമം ബാലൻസ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡസ് നോട്ട് എഷ്യൂർ റെഡ്യൂസിങ് ഓപ്പണിംഗ് ഓഫ് ന്യൂ അക്കൗണ്ട്. ദെൻ second last question, process of ensuring access to financial services to weaker sections of societies at affordable rate. നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഡെഫിനേഷൻ അത് എല്ലാവരിലേക്കും വീക്കർ ആയിട്ടുള്ള എല്ലാ സെക്ഷനിലേക്കും ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് നോ ഫ്രിൽ അക്കൗണ്ട്? നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് അക്കൗണ്ട്സ് വർ കൺവേർട്ടഡ് ഇൻ ടു BSBDA വിച്ച് ഇസ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അതിൽ എന്താ പറയുക, നോ മിനിമം ബാലൻസ് ആണ്, മിനിമം ബാലൻസ് വെക്കേണ്ട ആവശ്യമില്ല, അതാണ് നോ ഫ്രിൽസ് അക്കൗണ്ട്. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 235 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ കീ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ആൻസർ കീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.